സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി മാനസ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. മാനസ, എന്തൊക്കെയാണ് പുതിയ മുന്നറിയിപ്പിലുള്ളത്? അജിംഷാദ്, സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമായിരുന്നു അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ മലപ്പുറം, അതോടൊപ്പം തന്നെ കോഴിക്കോട്, വയനാട് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലർട്ടും ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലും ഇതേ രീതിയിലുള്ള തീവ്ര മഴ സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. ശക്തമായ കാറ്റ് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ പൊതു ഇടങ്ങളിൽ വാഹനങ്ങളിലൂടെയൊക്കെയും തന്നെ സഞ്ചരിക്കുമ്പോൾ അതീവ ജാഗ്രത കൈക്കൊള്ളണമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് കടൽ പ്രക്ഷുബ്ധമാണ്. തീരദേശത്തുള്ളവരോടും ജാഗ്രത പാലിക്കണം. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ് മുതൽ ഈ തിരുവനന്തപുരം വരെയുള്ള തീരമേഖലകളിൽ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ സാഹചര്യം തന്നെയാണ് മലയോര മേഖലകളിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിലും ശക്തമായ കാറ്റാണ്. അതുകൊണ്ട് അപകട സാധ്യത മേഖലകളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ നാളെയും മറ്റന്നാളുമായി ഇതേ രീതിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 5 ജില്ലകളിൽ തന്നെ നാളെയും റെഡ് അലർട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ബാക്കിയുള്ള ജില്ലകളിലെല്ലാം തന്നെ ഓറഞ്ച് അലർട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. മത്സ്യബന്ധന വിലക്ക് നിലവിൽ തുടരുകയാണ്. ആവശ്യമെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുള്ളതായി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തന സജ്ജമാണ്. ഒപ്പം തന്നെയാണ് ഇതേ രീതിയിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അജിംഷാദ്, തീർച്ചയായും മനസ്സ, ഒരു കാര്യം കൂടി, പെരുമാതുറയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് റോഡിലേക്ക് വീണല്ലോ, എന്താണ് സംഭവിച്ചത്? ഈ രീതിയിൽ തന്നെ മഴ ശക്തി പ്രാപിക്കുന്നതിൻ്റെ സ്വാധീനഫലമായി, അതായത് തെലങ്കാനയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി ശക്തി പ്രാപിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇതിൻ്റെ സ്വാധീനഫലമായി പടിഞ്ഞാറൻ കാറ്റും ശക്തി പ്രാപിച്ചു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ആ ഒരു സ്വാധീനഫലമായി സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും തന്നെ ശക്തമായ കാറ്റ് പലയിടങ്ങളിലായും വീശുന്നുണ്ട്. അതിൻ്റെ സ്വാധീനഫലമായാണ് ഈ പെരുമാതുറ ഭാഗത്ത് ഈ വീടിൻ്റെ മേൽക്കൂര തകർന്ന് റോഡിലേക്ക് പതിച്ച ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. പെരുമാതുറ സ്വദേശി സീന റഷീദിന്റെ വീടിന്റെ റൂഫ് ഷീറ്റാണ് തീരദേശ റോഡിലേക്ക് വീണത്. തിരക്കുള്ള സ്ഥലം ഒക്കെ തന്നെയാണെങ്കിൽ കൂടിയും ആളപകടം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. ഉടൻ തന്നെ അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി മേൽക്കൂര മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കൽ പ്രവർത്തികളൊക്കെയും തന്നെ നടത്തി വരികയാണ്. അജിംഷാദ്. ശരി, മനസ്സയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.